Question number 19. Yes. The question is the center of mass of a thin rectangular plate with sides of length A and B. അപ്പോൾ ഇതാണ് പ്ലേറ്റ് ഈ ലെങ്ത് എ, ദിസ് ഈസ് ബി. ഓക്കെ, ഹൂസ് മാസ് പെർ യൂണിറ്റ് ഏരിയ സിഗ്മ വാരീസ് വിത്ത് sigma equal to sigma naught x divided by AB, where sigma naught is a constant would be. അപ്പോൾ ഇതിലാകെ മനസ്സിലാക്കി നോക്കൂ, നമ്മൾ ഇത്തിരി ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. ഇവിടെ നമുക്കൊരു പ്ലേറ്റ് തന്നിട്ടുണ്ട്. ആ പ്ലേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലേറ്റിൽ യൂണിഫോം മാസ് ഡെൻസിറ്റി അല്ല. കാരണം മാസ് പെർ യൂണിറ്റ് ലെങ്ത്തിൽ എക്സ് ഉണ്ട് എന്ന് വെച്ചാൽ ഒറിജിനിൽ നിന്ന് എക്സ് ഡിറക്ഷനിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ മാസ് പെർ യൂണിറ്റ് ഏരിയ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ യൂണിഫോം മാസ് ഡിസ്ട്രിബ്യൂഷൻ അല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടുന്ന് നിങ്ങൾ അങ്ങോട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച് മാസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. എന്നാൽ ഇതിൽ വൈ ഇല്ല. അതുകൊണ്ട് വൈ ഡിറക്ഷനിൽ എന്തില്ല, മാസിൽ വേരിയേഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേ ഡയഗ്രത്തിൽ നോക്കൂ. നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രിപ്പ് എടുത്തു എന്ന് വിചാരിക്കുക. ഇവിടെ ഞാനൊരു സ്ട്രിപ്പ് എടുക്കുക. ഇതിൻ്റെ ഒരു ചെറിയൊരു സ്ട്രിപ്പ് ഞാൻ അവിടെ എടുത്തു. ആ സ്ട്രിപ്പിൻ്റെ സൈസ് നമുക്ക് നോട്ട് ചെയ്യാം. ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞത് ഡി എക്സ്. ഓക്കെ, അതിൻ്റെ വിഡ്ത്ത് ഡി എക്സ്. മാത്രമല്ല ഇവിടുന്ന് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, ഈ ഒറിജിനിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് അത് എക്സ്. ഓക്കെ, അപ്പോൾ ഒറിജിനിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് എലോങ് എക്സ് ആക്സിസിൽ ഞാനൊരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്തു. ഹൂസ് വിഡ്ത്ത് ഈസ് ഗിവൺ ആസ് ഡി എക്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏരിയ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഈ ബ്രെഡ്ത്ത് ബി തന്നെ അല്ലേ? അപ്പോൾ ബി, ഇത് ബി, പിന്നെ ഈ ലെങ്ത് എത്രയാണ്? അത് ഡി എക്സ്. അപ്പോൾ ബി ഡി എക്സ് ആണ് അതിൻ്റെ ഏരിയ. അപ്പം ഞാൻ പറയുന്നു, എനിക്കെങ്ങനെ എഴുതാം? അതിന് മുമ്പൊരു കാര്യം പറയണ്ട കേട്ടോ. അതിൻ്റെ മുമ്പുള്ള കാര്യം എന്താ പറയുക, എലോങ് വൈ ഡിറക്ഷനിൽ മാസ് വാരി ചെയ്യണില്ലല്ലോ. വൈ ഡിറക്ഷനിൽ മാസ് വാരി ചെയ്യാത്തത് കൊണ്ട് നമുക്ക് വേണ്ടത് എന്താ? എക്സ് സി എം കണ്ടെത്തണം. അതുപോലെ തന്നെ വൈ സി എം കണ്ടെത്തണം. വൈ സി എം ഇപ്പോഴേ കിട്ടി. കാരണം വൈ ഡിറക്ഷനിൽ മാസിൽ വേരിയേഷൻ ഇല്ല, കോൺസ്റ്റൻ്റാ. ഒരു സ്ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രിപ്പിൽ ത്രൂ ഔട്ട് ഇങ്ങനെ മാസ് കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ അതിൻ്റെ വൈ ഡിറക്ഷനിലുള്ള സെൻറ്റർ ഓഫ് മാസ് എവിടെ ഉണ്ടാവുക? അതിൻ്റെ സെൻറ്ററിൽ. അപ്പോൾ അതെത്ര? അത് B/2. അപ്പോൾ അതിനൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇപ്പം തന്നെ ഇത് തെറ്റാണെന്ന് നമുക്ക് ഇപ്പം തന്നെ പറയാം. ഓപ്ഷൻ 2 ഈസ് റോങ്. കാരണം അതിലെ വൈ സി എം തന്നിട്ടുള്ളത് എന്താണ്? 2B/3 എന്നാണ് തന്നത്. അത് തെറ്റാണ്. മനസ്സിലായി? കാരണം വൈ ഡിറക്ഷനിൽ മാസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ സി എം എവിടെ ഉണ്ടാവുക? അതിൻ്റെ സെൻറ്ററിൽ. അത് B/2 ആണ്. നമുക്ക് വേണ്ടത് എന്താണ്? എക്സ് സി എം ആണ് നമുക്ക് വേണ്ടത്, എക്സ് സി എം. അപ്പോൾ എക്സ് സി എം കണ്ടെത്താൻ നമുക്കറിയാം. ഇവിടെ എക്സ് സി എം നമുക്ക് തുടങ്ങാം. എക്സ് സി എം ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to എ വരെയുള്ളത് എക്സ് ഡി എം ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ 0 to എ ഡി എം. ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ. റെഡി അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പോൾ ഇതാണ് കണ്ടെത്തേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് കണ്ടെത്തേണ്ടത്. ഞാൻ ഒരു കാര്യം, ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ദാറ്റ് ഈസ് കണ്ടെത്തേണ്ടത് എക്സ് സി എം ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to എ എക്സ് ഡി എം ഡിവൈഡഡ് ബൈ 0 to എ ഡി എം. ഇതാണ് വേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു again ഇൻ്റഗ്രൽ 0 to എ എക്സ് ഇൻറ്റു ഡി എം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാസാണ്. ഈ സ്ട്രിപ്പിൻ്റെ ഈ ഡി എൻ്റെ മാസ് പെർ യൂണിറ്റ് ഏരിയ ഇവിടെ സിഗ്മ തന്നിട്ടുണ്ട്. അപ്പോൾ സിഗ്മനെ ഞാൻ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. മാസ് പെർ യൂണിറ്റ് ഏരിയ അതെന്താണ്? അത് ക്വസ്റ്റ്യനിൽ പറയുന്നത് സിഗ്മ നോട്ട് എക്സ് ഡിവൈഡഡ് ബൈ എ ബി. ശരിയല്ലേ? സിഗ്മ നോട്ട് എക്സ് ഡിവൈഡ് ബൈ എ ബി. ഇതിപ്പോൾ മാസ് പെർ യൂണിറ്റ് ഏരിയ ആയി. ഇൻറ്റു നമ്മുടെ ഇതിൻ്റെ ഏരിയ കിട്ടണം. ഇതിൻ്റെ ഏരിയ എത്ര? ബി ഇൻറ്റു ഡി എക്സ്. ഹൈറ്റ് ഇവിടെ ബി, ഈ വിഡ്ത്ത് ഡി എക്സ്. യെസ്, അപ്പോൾ ബി ഡി എക്സ്. ഇപ്പം എല്ലാവരും ആയോ നോക്കടാ.
അപ്പോൾ ഇത്രയും ആരാ, ഇത്രയും ഡി എം ആണ്. അപ്പോൾ എക്സ് ഡി എം. അപ്പോൾ ന്യൂമറേറ്റർ കംപ്ലീറ്റ് ആയി. അപ്പോൾ അതിൽ ഒന്നും മിസ്സാവരുതേ, ശ്രദ്ധിക്കണം 0 to a. നൗ ഡി എം അഗെയിൻ ആ സ്ട്രിപ്പിൻ്റെ മാസ് എങ്ങനെ കാണാം, സ്ട്രിപ്പിൻ്റെ ഏരിയ ഇൻറ്റു മാസ് പെർ യൂണിറ്റ് ഏരിയ. മാസ് പെർ യൂണിറ്റ് ഏരിയ ആരാണ്, സിഗ്മ നോട്ട് എക്സ് ഡിവൈഡഡ് ബൈ എ ബി ഇൻറ്റു ബി ഡി എക്സ്. നേരാണ്ട് കട്ട് ചെയ്യരുത്, കാരണം ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇതിലെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സിഗ്മ നോട്ട് ബൈ എ ബീനെ നമുക്ക് ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കാം. അതേപോലെ ബീനെയും പുറത്തെടുത്താൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ആ ക്യാൻസലേഷൻ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. നോക്കൂ, അപ്പോൾ സിഗ്മ നോട്ട് എ ബി ബി, അത് ഞാൻ കട്ട് ചെയ്തു. റെഡി? യെസ്. പിന്നെ എച്ചും കട്ട് ചെയ്യരുത്, അത് ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു അവിടെ ആരാ ഉള്ളത്, ന്യൂമറേറ്ററിൽ എക്സ് സ്ക്വയർ. അപ്പോൾ ഇൻ്റഗ്രൽ 0 to a എക്സ് സ്ക്വയർ ഡി എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ 0 to a ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ്. That is equal to x cube divided by 3 in the limit 0 to a whole divided by x square divided by 2 within the limit 0 to a. That is a cube divided by 3 into 2 by a square. Ready alle? That is equal to 2a divided by 3. 2a by 3 is the final answer. XCM. അങ്ങനെ ഓപ്ഷനിൽ ഓപ്ഷൻ 1 is correct. Option 1 is the right answer. കിട്ടിയോ?